ഒടുവിൽ അത് സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് പക്ഷേ അത് നടന്നത് എന്ന് മാത്രം. അതുവരെ എല്ലാവരും കരുതിയത് പാർലമെന്റിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുമെന്നതാണ്. അയോധ്യയെ മോദിയെ ഏൽപ്പിക്കാതെ വിശ്വഹിന്ദു പരിഷത്ത് തന്നെ നേരിട്ടിടപെട്ടപ്പോൾ ഈ കാര്യത്തിനൊരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും രാഷ്ട്രീയ ജനത ചോദിച്ചു, ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പൗരന് സുപ്രധാനമായി നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണമില്ലേ എന്നത്. അതൊന്നും പ്രത്യേകിച്ച് ഒരു ഉത്തരവും നൽകാനില്ലാത്ത BJP കുഴയുന്നതും നമ്മൾ കണ്ടതാണ്. കാരണം മുകളിൽ നിന്നും ഉത്തരവ് കിട്ടിയിട്ടില്ല എന്ന അർത്ഥത്തിൽ പല BJP നേതാക്കളും മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തായാലും തലകുനിച്ചിരുന്ന ചില BJP നേതാക്കൾക്കെങ്കിലും ഈ ഒറ്റ തീരുമാനത്തോടെ ഇനി നിവർന്നൊന്ന് നിൽക്കാം. ഇത്രയും വലിച്ചു നീട്ടി ഈ പറഞ്ഞു വന്നത് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പൗരനായ രാഷ്ട്രപതിയെ VHP വിശ്വഹിന്ദു പരിഷത്ത് ക്ഷണിച്ചിരിക്കുകയാണ്, അതും ഔദ്യോഗികമായി തന്നെ. പക്ഷേ ഈ രാജ്യത്തെ ഇലക്കും മുള്ളിനും അറിയാവുന്ന പ്രശസ്തി പത്രമുള്ള ചെറുതും വലുതുമായ എല്ലാ തലങ്ങളിൽ ഉള്ളവരെയും ക്ഷണിച്ച് കഴിഞ്ഞതിന് ശേഷമാണിപ്പോൾ എന്നാൽ പിന്നെ ഇനി രാഷ്ട്രപതിയെയും കൂടെ ക്ഷണിച്ചേക്കാമെന്ന് ഇക്കൂട്ടർ കരുതിയത്. എന്തായാലും ക്ഷണം സ്വീകരിച്ച പ്രസിഡന്റ് അതിയായ സന്തോഷത്തിലാണെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. രാമക്ഷേത്ര ട്രസ്റ്റിനെ പ്രതിനിധീകരിച്ച് ഒരു പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കുകയും ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഔപചാരികമായി ക്ഷണിക്കുകയും ചെയ്തു എന്ന് VHP നേതാക്കൾ അറിയിക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്ത് പ്രതിനിധി സംഘത്തിൽ നിന്നും ക്ഷണം സ്വീകരിക്കുന്ന പ്രസിഡന്റ് മുർമുവിൻ്റെ ചിത്രവും പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ, RSS നേതാവ് രാംലാൽ, രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര എന്നിവരടങ്ങിയ സംഘമാണ് രാഷ്ട്രപതിയെ കണ്ടത്. എന്തായാലും 11 ദിവസത്തെ വ്രതമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താൻ പോവുകയാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രാണപ്രതിഷ്ഠ നടത്താൻ ദൈവം തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നും എല്ലാ ഭക്തരും തന്നോടൊപ്പം ഉണ്ടെന്നും മോദി പറയുന്നുണ്ട്. ചരിത്രപരവും മംഗളകരവുമായ ഈ ചടങ്ങിന് സാക്ഷിയാവാൻ സാധിക്കുന്നത് ഭാഗ്യമാണെന്നും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതോടെ രാമനേക്കാൾ വലിയ അവതാര പുരുഷനാക്കി തന്നെ മാറ്റുന്നതിലൂടെ ഒരു വലിയ രാഷ്ട്രീയ ആയുധം തന്നെയാണ് മോദി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ മോദി തന്നെ രാമൻ എന്ന് രൂപം നൽകാൻ BJP രാഷ്ട്രീയ അജണ്ടയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടുകൂടിയാണ് പണി പൂർത്തിയാകും മുമ്പ് തന്നെ മോദി പ്രാണപ്രതിഷ്ഠയിലേക്ക് കടക്കുന്നത്. വർഷങ്ങളായി അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയർന്നു കാണാൻ വ്രതം നോറ്റിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് തനിക്കാണ് എല്ലാറ്റിനും യോഗമുണ്ടായത് എന്ന് വരുത്തി തീർത്ത് മോദി എന്ന ആൾരൂപത്തിലേക്ക് അയോധ്യയെ മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നുവെന്ന് അല്പം സമയമെടുത്താണെങ്കിലും പറയാൻ കാരണം. എന്തായാലും രാഷ്ട്രപതിയെ പാർലമെന്റിന് പുറത്ത് നിർത്തിയതുപോലെ ക്ഷേത്രത്തിന് പുറത്ത് നിർത്തിയില്ലല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം.